നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രായം തൊഴിലെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്ന കാലത്ത് മറ്റു വരുമാനമൊന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് ആശ്വാസവും ആശ്രയവുമാണ് ക്ഷേമ പെൻഷനുകൾ. മാസം 1600 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ലക്ഷങ്ങളുണ്ട്. 47.97 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. മാസം 800 കോടി രൂപയാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയിലും സർക്കാർ ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത്. ഈ പണത്തിലാണ് ചിലർ കൈയിട്ട് വാരുന്നത്. 1458 ഉദ്യോഗസ്ഥരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അതിനിയും കൂടാമെന്ന് സർക്കാർ തന്നെ പറയുന്നു. കോളേജ് അധ്യാപകരും, ലക്ഷത്തിനുമേൽ ശമ്പളമുള്ളവരും, അരക്കോടിയുടെ കാർ സ്വന്തമായുള്ളവരും, 1-2 കോടിയുടെ വീട് സ്വന്തമായുള്ളവരുമൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരുന്നവരിൽ. ഇവർക്കെതിരെ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. പൊതുസമൂഹം കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് തലകുനിച്ചു പോകുന്ന ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ തന്നെ ചില പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വയലാറിൽ നിന്നും ശ്രീ ശശിധരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശശിധരൻ, സാധാരണ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതത്തിലൊരു ആശ്രയം എന്ന നിലയ്ക്കാണ് ഈ 1600 രൂപ സർക്കാർ നൽകുന്നത്. പല ആളുകളും മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ കഷ്ടിച്ച് അവർക്ക് എന്തെങ്കിലും അവരുടെ ചെറിയ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റാൻ കഴിയുന്ന 1-2 ദിവസത്തെ കൂലി മാത്രം വരുന്ന ഒരു തുകയാണ്. ആ പൈസ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ, പെൻഷൻ വാങ്ങുന്നവർ, മറ്റു പെൻഷൻ കിട്ടുന്നവർ, ഇവരൊക്കെ ഈ പെൻഷൻ അനധികൃതമായി വാങ്ങുകയാണ്. എന്താണ് ഈ മനുഷ്യരെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. ആദ്യമായിട്ട് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശരി, താങ്കളും ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു തോന്നുന്നില്ലേ? കുറെ പേര് ഇന്നലെ ആവശ്യപ്പെട്ടു. അതെ, തീർച്ചയായും. പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ തന്നെയാണ് നമ്മൾ മാനിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കട്ട് ചെയ്തത് ഇല്ല, പറഞ്ഞു. കാര്യമാത്ര പ്രസക്തമായ കാര്യമാണ്. അതായത് ഞങ്ങളൊക്കെ, ഞാനും എന്റെ ഭാര്യയും രണ്ടുപേരും ആരോഗ്യപരമായിട്ട് വളരെ ബലഹീനരായിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെൻഷനുണ്ട്. പക്ഷേ ഇത് വാങ്ങാൻ പെട്ട പാട് കുറച്ചൊന്നുമല്ല. ആദ്യമേ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് പോയപ്പോൾ 2 പ്രാവശ്യം റിജക്ട് ചെയ്ത് പോരാന്ന് പറഞ്ഞിട്ട് മാക്സിമം വരുമാനം കൂട്ടി അവർ തന്നു. അങ്ങനെയാണ് 1 ലക്ഷത്തിൽ താഴെ വരുമാനമാണല്ലോ ഇതിന് ആവശ്യം. അത് തന്ന് കഷ്ടപ്പെട്ട് എത്ര നടപ്പ് നടന്നാണ് ഇത് മേടിച്ചത്. അപ്പൊ ഇത് എങ്ങനെ ഇവർക്ക് കിട്ടി എന്നറിയാനുള്ള ഒരു അവകാശം ഞങ്ങളെപ്പോലുള്ള ആളെ കൊണ്ട് ഇവർക്ക് ഇത് എങ്ങനെ കിട്ടി, അതിനാരാണ് ഉത്തരവാദികൾ? അല്ലാണ്ട് അവരുടെ മാത്രം പുറത്ത് ചാരിക്കൊണ്ട് അത് ഈടാക്കുമെന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. മന്ത്രി പറഞ്ഞെന്നാണ് ഇന്നലെ. അല്ല, ഇന്ന് അവർക്കെതിരെ ആരാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ, പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. പറയട്ടെ. ഇന്നലെ മന്ത്രി വേറൊരു കാര്യം പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ളവരുടെ പേര് അഡ്രസ്സോ പുറത്തു വിടില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അറിയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ലക്ഷം ജീവനക്കാരുണ്ട്. അവരിൽ ഒരു തുച്ഛമായ വിഭാഗം മാത്രമാണ് ഈ അഴിമതി നടത്തിയെന്ന് ഇപ്പൊ പറയുന്നത്. അത് മറ്റുള്ളവർക്ക് കൂടെ അത് ദോഷകരമായി ബാധിക്കില്ലേക്കിരണേ. അവരും കള്ളന്മാരാകില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നാട്ടുകാർക്ക് ഇപ്പൊ അറിയാനൊക്കെ ഉള്ളൂ, അല്ലെ ജീവനക്കാരെന്ന്. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞ ഒരു വാലിഡായ പോയിന്റ് ആണ്. പിന്നീട് എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ ഘട്ടത്തിൽ പിന്നീട് എന്തായാലും പേരുകൾ പുറത്തു വരും എന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. താല്പര്യ ഹർജി വരെ പോകേണ്ടതാണ് ഇതിന് വേണ്ടിയിട്ട്. കാരണം മറിയക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീ അവരെ ഇവിടുത്തെ ഭരണകക്ഷിയുടെ മാധ്യമം പറഞ്ഞു അവർക്ക്. ശരി, എന്തായാലും താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടത്. ലക്ഷക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ, അതിൽ കുറച്ച് പക്ഷെ അവരുടെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് എല്ലാവരുമാണ്. പക്ഷേ ആ വാങ്ങുന്നവരുടെ വിവരങ്ങൾ പുറത്തു വരേണ്ടത് തന്നെയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനുണ്ട്, ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സാധാരണക്കാർ, പാവപ്പെട്ട മനുഷ്യരൊക്കെ ഒരുപാട് പാടുപെട്ട് ഈ ക്ഷേമ പെൻഷന് കടന്നുകൂടുകയും ആ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് അവരുടെ സ്വന്തം ആവശ്യത്തിന് മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ കൊച്ചുമക്കൾ വരുമ്പോൾ അവർക്കൊരു മിഠായി വാങ്ങിക്കൊടുക്കാൻ പോലും ഈ പണമൊക്കെ ശേഖരിച്ച് വെക്കേണ്ട അവസ്ഥയുള്ള മനുഷ്യരുടെ പണമാണ്. ആ പണമാണ് ചിലർ ഈ ലക്ഷങ്ങൾ വാങ്ങുന്നവരടക്കം കൈയിട്ട് വാങ്ങുന്നത്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. പറയാം സാറേ. പിന്നെ ഈ കയ്യിട്ട് വാരൽ ഒരു അത്ഭുതമാണ്. കേട്ടപ്പോ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാല് ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയണേ അവരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത്രയും തെമ്മാടിത്തരം അവർ ചെയ്ത് വളരെ മോശമാണ്. ആ ചെയ്ത ആൾക്കാരെ മുഴുവൻ സർവീസിൽ തന്നെ പിരിച്ചുവിടണം.
കാരണം സാധാരണക്കാരന് കൊടുക്കേണ്ട പൈസയാണ് ഒരു വാങ്ങി പുട്ടടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറെ നല്ലത് ഞങ്ങളവിടെ ഒരു ഭാഷയുണ്ട്, ആ ഭാഷയാണ് നല്ലത്. അയാൾക്ക് കൂടെ പറയാൻ പറ്റൂല. ഈ 1600 റുപ്യ വാങ്ങിയത് ഇവിടെ ആയിരക്കണക്കിന് ആളായി കിട്ടാൻ വേണ്ടി കാട്ടിക്കാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് ഇന്ന സമയത്ത് കൊടുത്തു. അതിന് പോലെ വില്ലേജിത്തതും അതിലെ വേറുള്ളതൊക്കെ കഴിഞ്ഞ് അത് കിട്ടുമ്പോഴത്തേന് ചിലപ്പോൾ ആളും ചത്തു പോകുന്നുണ്ട്. ഈ കാര്യം ഒരു സുഭിച്ചായിട്ട് വാങ്ങി മുണിഞ്ഞ് പൂജനായി അച്ഛൻ്റെ പ്രൊഫസറും മറ്റോലും ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ വാങ്ങി മുണിങ്ങാന്ന് പറഞ്ഞാൽ ഇതിനെ അവരെ വെച്ചേക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു ഓഫീസിൽ കയറിയ ഇവർക്ക് കായ് കൊടുക്കാതെ അവിടെ വല്ലതും നടക്കലുണ്ടോ? അവർക്ക് കാശ് കൊടുക്കാതെ വല്ലതും ഇവര് തരുമോ? 100 കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അവര് 100 വട്ടം നടത്തിച്ചൂലേ? അതെ, താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള അഭിപ്രായം തന്നെയാണ്. താങ്കളുടെ വൈകാര്യത കൂടി മനസ്സിലാവുന്നു. സാധാരണ ഏത് മനുഷ്യനും തോന്നുന്ന വൈകാര്യത തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ ഞാനും ഒരു പെൻഷൻ മേടിക്കുന്ന ആളാണ്. കാരണം ഞാനൊരു 17 വർഷമായിട്ട് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. 1600 എനിക്ക് പെൻഷൻ കിട്ടുന്നതാണ്. എന്റെ അമ്മ 75 വയസ്സായ ആളാണ്. ആ അമ്മയും പെൻഷൻ മേടിക്കുന്നതാണ്. വേറെ വരുമാനം ഞങ്ങൾക്കില്ല. അപ്പൊ ഈ പെൻഷൻ മേടിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവരെ ഇടയിൽ നിന്ന് ഇവര് ഈ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ പിന്നെ ശമ്പളം കിട്ടുന്നവര് ഈ പെൻഷൻ മേടിക്കുമ്പോൾ അത് ഈ വാർഡിലുള്ളവർ കൂടെ അറിഞ്ഞിട്ടാണ് ഇത് മേടിക്കുന്നത്. കാരണം നമുക്കറിയാം, തൊട്ടടുത്ത് വീട്ടിലുള്ളവർക്ക് തന്നെ അറിയാലോ, അവര് പിന്നെ എന്ത് ജോലിയാണെന്നറിയാം, ആ വാർഡിലെ മെമ്പർമാർക്ക് അറിയാം. ഇത് എന്റെ ഒരു ബലമായ സംശയം, ഈ രാഷ്ട്രീയക്കാർ, ഏത് രാഷ്ട്രീയക്കാരായാലും അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ 1600 രൂപ മാസം കിട്ടുന്നത് ഈ പിന്നെ പാർട്ടിക്ക് വേണ്ടി പോകുന്നുണ്ടോ ഒരു സംശയമുണ്ട്. കാരണം ഇവിടെ മസ്റ്റർ ചെയ്യുന്ന കഴിഞ്ഞ ഈ വർഷം തന്നെ 2 പ്രാവശ്യമാണ് മസ്റ്റർ ചെയ്തത്. ഈ കിടപ്പ് രോഗികൾ വരെ പോയി മസ്റ്റർ ചെയ്യേണ്ട അവസ്ഥ വന്നതാണ് 1600 രൂപ പെൻഷന് വേണ്ടിയിട്ട്, അല്ലേ? സാധാരണഗതിയിൽ സർക്കാർ അത്തരം കാര്യങ്ങളൊക്കെ വെക്കുന്നത് അനർഹർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്ന കുറച്ച് ആളുകൾ എന്തായാലും ഉണ്ട്. അത് ദുരുപയോഗം ചെയ്യുന്നത് ഈ അക്ഷയ കേന്ദ്രത്തിൽ അവര് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, വില്ലേജ് ഓഫീസർ. അക്ഷയ കേന്ദ്രം സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇതിനൊക്കെ വരുമാന സർട്ടിഫിക്കറ്റിന് റവന്യൂ വകുപ്പുണ്ട്. വില്ലേജ് ഓഫീസറിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഇത് വരുള്ളൂ. ഇപ്പം വെച്ചാൽ ഗവൺമെന്റ് ജോലി നേരത്തെ ഇപ്പം കിട്ടിയവർക്കാണെങ്കിലും അവർക്ക് ഗവൺമെന്റ് ജോലി ഏത് ജോലിയാണെന്നുള്ള രണ്ടാമത് മസ്റ്റർ ചെയ്ത് ഈ വർഷം 2 പ്രാവശ്യം മസ്റ്റർ ചെയ്താണ്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? പിന്നെ അതേപോലെ തന്നെ സാറേ, ഇത് ഒരുപാട് ഇതേപോലെ തന്നെ കേസുകൾ ഒരുപാടുണ്ട്. കാരണം പാർട്ടിക്കാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതില്. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ എൻഡോസൾഫാൻ കേന്ദ്രമാണ്. എൻഡോസൾഫാൻ കേന്ദ്രം രാഷ്ട്രീയ ബേസിൽ ഇവർക്ക് ഒരു അസുഖങ്ങളും ഇല്ലാതെ ഇവർ പോയി ഹെൽത്തിൽ അവര് പിന്നെ എൻഡോസൾഫാൻ ഇതിൽ കൊടുത്തിട്ട് 5 ലക്ഷം രൂപയൊക്കെ മേടിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇതേപോലെ തന്നെ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ മറ്റ് പെൻഷനുകളൊക്കെ കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വന്തമായി 50 ലക്ഷത്തിന് മേൽ വിലയുള്ള കാറൊക്കെ ഉള്ളവരാണ് ഈ 1600 രൂപ ഏറ്റവും സാധാരണക്കാരായ ദരിദ്രരായ മനുഷ്യർക്ക് സർക്കാർ ചെയ്യുന്ന സഹായ തനത്തിൽ നിന്ന് കൈയിട്ട് വാരുന്നത്. എന്ത് ചെയ്യണം ഇവരെ? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, എനിക്ക് പറയാന്ന് വെച്ചാൽ ഒരു ചെറിയ ശതമാനം ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ കളിക്കുന്നത്. അതെ, വളരെ ചെറിയ ശതമാനം തന്നെയാണ്. 1458 എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗസ്ഥർ ചെറിയൊരു ശതമാനമുണ്ട്. ഓടി ഈ കൈക്കൂലിന്റെ വഴി മറ്റുള്ള എല്ലാ കാര്യം ഗവൺമെന്റ് കരിവാറ്റേക്കാൻ വേണ്ടി എല്ലാ കളിയോട് കളിക്കുന്നുണ്ട്. ഈ 1600 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആൾക്കാർക്ക്, ചെറിയ ശതമാനം ആൾക്കാർക്ക് ഒരു 62 ലക്ഷം ആൾക്കാർക്കാണ് ഇപ്പൊ കിട്ടുന്നത്. അവരെ കൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് തികച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതാണ് ഭയങ്കര അത്ഭുതം തന്നെയാണ്. ശരി, എന്തായാലും സർക്കാർ സ്വീകരിക്കണം. ശരി, ജോയിയാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് ചേരുന്നത്. ശ്രീ ജോയി, ഈ നല്ല വരുമാനമൊക്കെ ഉള്ള ആളുകൾ, ആരെങ്കിലും ഒരാൾക്ക് തീരെ വരുമാനമില്ലാത്ത ഗതികെട്ട ഒരാളാണ് അനർഹമായി എവിടെയെങ്കിലും കടന്നുകൂടി ആ പെൻഷൻ വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മാനുഷിക, അതുപോലും തെറ്റാണ്, മാനുഷിക വശം എന്ന കണക്ക് കൂട്ടാം. പക്ഷേ ഇത് വലിയ വരുമാനമുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ അനധികൃതമായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. അവരിങ്ങനെ വർഷാവർഷം മസ്റ്ററിങ്ങൊക്കെ നടത്തിയാണ് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരെ എന്ത് ചെയ്യണം? ഇതൊക്കെ മേലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതെടുക്കണത്, ഇപ്പൊ ഇത് മേടിച്ചേക്കണത്, പൈസ മേടിച്ചേക്കണത്, പെൻഷൻ മേടിച്ചേക്കണത്. പിന്നെ ഇവർ എന്ത് ഉദ്ദേശം ഈ മസ്റ്ററിങ് നടത്തണത്? ഈ മസ്റ്ററിങ് നടത്താൻ ഉദ്ദേശം എന്താണ്? ഇവര് അവിടെ എവിടെയെങ്കിലുമൊക്കെ പിഴവുകൾ വന്നു, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ അഴിമതി വന്നു. സാധാരണക്കാരന് ഒരുത്തൻ മറ്റേ ചെയ്തില്ലെങ്കിൽ അവന് പെൻഷൻ കിട്ടൂല.
ഈ CPM-ന്റെ ആൾക്കാരാണ് ഇത് കൂടുതലൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ഇത് ഈ സർക്കാർ തന്നെയല്ലേ ഈ ക്രമക്കേട് കണ്ടെത്തിയത്? CPM-ന്റെ ആൾക്കാരാണെന്ന് പറയും. നമ്മൾ ആ പെൻഷൻ നൽകുന്നത് ആ സർക്കാർ, അത് കണ്ടെത്തിയത് ആ സർക്കാർ, അതിനെല്ലാം CPM-ന്റെ തലയിൽ കയറേണ്ട കാര്യമുണ്ടോ? അങ്ങ് തലയിൽ കയറണല്ല, ഇത് ചെയ്തു വെച്ചാൽ ആരോഗ്യവകുപ്പ് അന്വേഷിക്കാൻ വേണ്ടത് എല്ലാം വേണ്ടത് ഈ ആരോഗ്യവകുപ്പിന്റെ ആൾക്കാർ. ഈ ആരോഗ്യവകുപ്പിന്റെ ആൾക്കാരാരാ? ആരോഗ്യവകുപ്പല്ല അന്വേഷിക്കുന്നത്, റവന്യൂ വകുപ്പ്. ഈ റവന്യൂ വകുപ്പിന്റെ ആൾക്കാർ വന്നത് മുഴുവനും അവരുടെ ആൾക്കാരാണ് കംപ്ലീറ്റ് വന്നത്. എല്ലാവരും അവർ തന്നെയല്ലേ ഇത് കണ്ടെത്തിയതും? ഒരു സർക്കാർ സംവിധാനം തന്നെയല്ലേ കണ്ടെത്തിയത്? ഈ കണ്ടെത്തൽ ഇവിടെ കൊണ്ട് അവസാനിച്ച് ഈ വേറെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് അവര് അതിന് നമുക്ക് ഏതെങ്കിലും ഒരു തെളിവ് വേണം? ഇപ്പൊ ഇന്ന പാർട്ടിക്കാരാണ് അത് മേടിച്ചത്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആരോപണം ഉന്നയിക്കാം. ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇത്ര വോട്ട് അവർക്കുള്ളതാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ഈ 1457 വോട്ട് കൊണ്ടാണോ ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും? അങ്ങനെ പലതും ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പഞ്ചായത്ത് ഒരു എന്തിലല്ലേ. ശരി, താങ്കളുടെ എന്തായാലും അഭിപ്രായത്തോട് തൽക്കാലം യോജിക്കാൻ, ഒരു ലോജിക്കലായി ചിന്തിക്കുമ്പോൾ യോജിക്കാൻ നമുക്ക് നിർവാഹമില്ല ഏതെങ്കിലും തരത്തിൽ. അങ്ങനെ ഒരു ആക്ഷേപം നമുക്ക് ഉന്നയിക്കാം, അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ ഭൂരിപക്ഷമെങ്കിൽ. അല്ലാതെ ആക്ഷേപം പറയുന്നതിൽ അർത്ഥമില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആശ്രയമാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. മാസം 800 കോടി രൂപയാണ് സർക്കാരിന് ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യതയിലും സർക്കാർ ആ പണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ പണത്തിൽ നിന്നാണ് ചിലർ കൈയിട്ട് വാരുന്നത്. എന്റെ പൊന്നു സാറേ, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ നടന്നത്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ വൃത്തികെട്ടവന്മാര്, നാണവും മാനവും ഇല്ലാത്ത, എന്താ പറയണ, എനിക്ക് ഭാഷകൾ സാറിൻ്റെ അടുത്ത് ഈ പൊതുവേദിയിൽ ഇരുന്നിട്ട് പറയാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും ഇരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇവനൊക്കെ ലജ്ജിച്ച് ആൾക്കാരെ മുമ്പ് ഇവനെയൊക്കെ നിയമപരമായിട്ട് എനിക്കൊരു അറിയില്ലാത്തോണ്ട് ചോദിക്കണേ, നിയമപരമായിട്ട് ഇവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയമപരമായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. സ്വാഭാവികം കൃത്രിമ രേഖകൾ ഉണ്ടാക്കി കൃത്രിമമായി തന്നെ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഇവരുടെ പണം തിരിച്ചു ഈടാക്കാനും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ശിക്ഷയടക്കം നൽകാനടക്കമുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അല്ല, എന്നാലും ഇത് പിന്നെ ഗവൺമെന്റ് ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ച്, നേരത്തെ ഒരു വ്യക്തി പറഞ്ഞ കണക്ക് പിന്നെ ഇടദോഷമാണോ മറ്റു വലദോഷമാണോ എന്ന് പറയുന്നത് കാര്യമില്ല. ഇത് ചെയ്തവൻ ഏവനായാലും അവന് തക്കമായ ശിക്ഷ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങേയറ്റം നാണവും മാനവും കെട്ട ഒരു വൃത്തികെട്ട ഒരു പ്രവൃത്തിയായി പോയി ഈ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കാസർഗോഡ് നിന്നും ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വായിൽ വരുന്നത് മറ്റു ചില ഭാഷയൊക്കെയാണ്, അത് പൊതുവേദിയായിട്ട് പറയുന്നില്ല എന്ന്. ആരെങ്കിലും ഇങ്ങനെ അനധികൃതമായി വാങ്ങുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലായി കാണും. അത്തരം നാട്ടിലൊക്കെ വിളിക്കുന്ന അത് തന്നെയാണ് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന്. വളരെ മാന്യമായി തന്നെ ഒരാളെ എങ്ങനെ തെറി വിളിക്കാമെന്നത് കൂടി അദ്ദേഹം കാണിച്ചു തരികയാണ്. അത്തരം കാര്യങ്ങൾ എനിക്ക് വായിൽ വരുന്നുണ്ട്, പക്ഷേ നമ്മളത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ, കുറ്റവാളികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് തന്നെ അത് കൃത്യമായി കൊള്ളുകയും ചെയ്യും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. ദയാനന്ദനാണ് ഹരിപ്പാട് നിന്ന്. ശിവാനന്ദൻ, ക്ഷമിക്കണം, പേര് കേട്ടതിൽ തെറ്റിപ്പോയതാണ്. ശ്രീ ശിവാനന്ദൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പാവങ്ങൾക്ക് നൽകുന്ന ഈ കാശിലൊക്കെ കൈയിട്ട് വാരുക, അതും സമ്പന്നനാണ് കൈയിട്ട് വാരുന്നത്. അവർക്ക് ഒരു മിനിമം ഒരു സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരാൾ കള്ളം ചെയ്യുന്നതിനെ അതിനുപോലും ന്യായീകരിക്കാൻ പോലും കഴിയുന്നില്ല. ലക്ഷങ്ങളൊക്കെ വാങ്ങുന്ന, ശമ്പളം വാങ്ങുന്നവർ വരെ ഉണ്ട് ഇതിൽ. സാറേ, ഇതിനെക്കുറിച്ച് പറയുമ്പോഴായി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ കാണുന്നത് പുച്ഛം. അവർക്ക് നമ്മളേതെങ്കിലും ആവശ്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വളരെ ഇത് നമ്മൾ അതൊക്കെ പറയുമ്പോഴും നമ്മളെ ഈ 1450 വരുന്നതിന് അതിനകത്ത് വളരെ വളരെ ചെറിയൊരു ശതമാനം പോലും ഇല്ല കേട്ടോ. നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് അങ്ങനെ ഉള്ളവരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല, അതിനകത്ത് നല്ലൊരു വിഭാഗം ആളുകളും അത്തരക്കാരാണ്. അവര് ഈ സാധാരണക്കാരൻ താഴെത്തട്ടിലുള്ളവർക്ക് കിട്ടുന്ന പെൻഷൻ കൈയിട്ട് വേണ്ടി അത് വാരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ലല്ലോ. ഉണ്ടോ? ഇവർക്ക് നിയമ നടപടിയല്ല സ്വീകരിക്കേണ്ടത്. ഇവരെ ഇതിനകത്തുനിന്ന് പിരിച്ചു വിട്ടിട്ട് ഇവർക്ക് ഈ പെൻഷൻ കൊടുത്തേക്കണം. അവർക്ക് ഇതിനോടല്ലേ ആർത്തി? അവർക്ക് ഇതാ ചെയ്യേണ്ടത്. അവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാനും കൊള്ളത്തില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കളുടെ മനസ്സിലായി. സ്വാഭാവികമായി സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർക്ക് അത്തരം വൈകാരികമായ അവസ്ഥകളുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ കൂടിയാവും അവരെ ആ തരത്തിലേക്കൊക്കെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, നമ്മൾ ഇന്നലെ പലരും ആവശ്യപ്പെട്ടത് കൂടി അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരെ കുറിച്ച്? ഇതൊക്കെ ഒരു ഭയങ്കരമായി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഓരോ സഹകരണ ബാങ്കിന്റെയും ജീവനക്കാരാണ് ഓരോ നാട്ടിലും ഈ പ്രാദേശികമായിട്ട് ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊടുക്കുന്ന ആൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഇയാൾ സർക്കാർ ജീവനക്കാരനാണെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ പിന്നെ ആർക്ക് ഒത്തു കഴിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ അല്പം നാണമുണ്ടോ? ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ പട്ടിണി പാവങ്ങൾ കഷ്ടപ്പെട്ട് ഓടുമ്പോൾ ഈ വ്യക്തികൾ 1.25 ലക്ഷം 2 ലക്ഷം കോടി ഉൾപ്പെടെ PHB കാറുള്ള ആൾക്കാരൊക്കെ ഈ പെൻഷൻ ചെറിയ തൊലിക്കട്ടെ. പിന്നെ കിരൺ ബാബു, ആ ഒറ്റ കാര്യം പറയാണ്. കിരൺ ബാബു, ഒരു മിനിറ്റ് ഇത്രയും കാലത്ത്
കുറെ കാലത്ത് ഞാൻ ഇത് ഉപയോഗിച്ച ആളുകളടുത്ത് ഒരു അനുമതി നടത്തി ഒറ്റ മിനിറ്റ്. പറഞ്ഞോളൂ. കഴിഞ്ഞ 22-ാം തീയതി വെള്ളിയാഴ്ച എനിക്ക് ഭയങ്കര ഒരു ദുരനുഭവം ഉണ്ടായി. നിങ്ങളെ പിന്നെ ആങ്കർ കഴിയുന്നത് എന്റെ ഫോണ് കണക്ട് ചെയ്തിട്ട് അതിനുശേഷം 5 പേരോട് അഭിപ്രായം ചോദിച്ചു. 5 അഭിപ്രായം പറയുന്നത് ഇടക്കൊക്കെ ഓരോ തവണയും പുള്ളി ഓരോരുത്തരെ പിന്നെ ഈ യൂട്യൂബ് അഭിപ്രായം വായിച്ചതിന് ശേഷം പുള്ളി എന്ത് ചെയ്തു, ഇടവേളയിലേക്ക് പോയി. ഇടവേളയിലേക്ക് പോയിട്ട് അയാൾ വീണ്ടും വന്നിട്ട് പിന്നെ 3 യൂട്യൂബ് പിന്നെയും വായിച്ചു. എന്നിട്ട് ഇയാൾ പറയാം, ഒരു വർത്തമാനം പറയാം, ഇങ്ങനെയും ചില തമാശകൾ ഇവിടെ നടക്കരുത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായ വേദനയുണ്ട്. കാര്യം ഞാൻ മാധ്യമത്തിനെയും മാധ്യമ പ്രവർത്തകരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. കാരണം ഈ നാട്ടിന് നട്ടില്ലാതെ മാധ്യമങ്ങൾ ഒരു മാധ്യമ എനിക്ക് കൃത്യമായി മനസ്സിലായില്ല താങ്കൾ പറഞ്ഞത് എന്താണ്. എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായെങ്കിൽ നമുക്കത് പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യാം. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. എങ്ങനെയാണ് അങ്ങനെ വന്നത്? ചിലപ്പോൾ സാങ്കേതിക പ്രശ്നം കൊണ്ടും അങ്ങനെ വന്നാണോ എന്നും അറിയില്ല. എന്തായാലും അത് അന്വേഷിക്കാം നമുക്ക്. ഉറപ്പായും എന്തായാലും താങ്കൾ സ്ഥിരമായി വിളിക്കുന്ന ആൾ കൂടിയാണല്ലോ ശ്രീദാസൻ കണ്ണൂരിൽ നിന്ന്, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ്. എന്തായാലും താങ്കൾ തുടർന്നും വിളിക്കുക. താങ്കൾക്ക് എന്തായാലും നിരന്തരം അവസരം കിട്ടുന്ന ആൾ കൂടിയാണ് ഈ പൊതുവേദിയിൽ. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, സാധാരണഗതിയിൽ ഒരാൾ ഗതികേട് കൊണ്ട് ചില കള്ളങ്ങളൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ മാനുഷിക പരിഗണന വെച്ച് നമ്മൾ ചിലപ്പോൾ അത്തരം കാര്യങ്ങളോടൊക്കെ കണ്ണടയ്ക്കാറൊക്കെ ഉണ്ട് മനുഷ്യർ. അത് നിയമപരമായി തെറ്റാണ് എങ്കിൽ പോലും. പക്ഷേ ഇത് അങ്ങനെയല്ല. നല്ല വരുമാനമുള്ള ആളുകൾ, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന, സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് മാസം കൊടുക്കുന്ന 1500 രൂപയിൽ കൈയിട്ട് വരുന്നത്. ഈ ക്ഷേമ പെൻഷന് കൈയിട്ട് വരുന്നവരെ ജയിലിലടയ്ക്കാനുള്ള നിയമം വരണം. ഇത്തരം അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അവർക്ക് അത്തരം നിയമ നടപടികളിലേക്ക് കൂടി പോകുന്നു എന്നാണ് സർക്കാർ ഇതുവരെ വ്യക്തമാക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ. അത്തരം നടപടികളിലേക്ക് പോയാൽ സ്വാഭാവികമായും ഇത് ഒരുപാട് കൃത്രിമം അവർ കാണിച്ചു കാണുന്നത്, കൃത്രിമ രേഖകളും ഒക്കെ ഉണ്ടാക്കി കാണും. അതിനൊക്കെ അത്തരത്തിൽ കേസുകളൊക്കെ വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അതെ, നമ്മുടെ നിയമം ശരിയല്ല. ഇവിടുത്തെ നിയമം, അതായത് സമ്പന്നനൊരു നിയമവും പാവപ്പെട്ടവന് വേറൊരു നിയമം, 2 നിയമമുണ്ട്. അത് ഞാൻ കുറെ കാലമായി ഇങ്ങനെ ഈ ചാനലിൽ ഇങ്ങനെ ഇത്തരം വാർത്തകൾ കാണുന്നത്. പല കേസുകളിലും സമ്പന്നന്മാര് വിജയിക്കുകയും പാവങ്ങൾക്ക് ആണ് മുഴുവൻ കുറ്റം വരുന്നത്. അത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊതുജനത്തിന് താങ്കൾ പറഞ്ഞത് സ്വാഭാവികമായും ജനത്തിന്റെ അനുഭവത്തിൽ ഏറ്റവും ദരിദ്രനാരായണനായ മനുഷ്യനും ഇന്ത്യയുടെ 1ാമത്തെ പൗരനായ രാഷ്ട്രപതിക്കും ഒരേ നിയമം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത്. ആ തരത്തിൽ വേണം നിയമം നടപ്പാക്കാൻ. ഒരു വലിയ മീനുകളൊന്നും വല പൊട്ടിച്ച് പുറത്തു പോകരുത് എന്ന തരത്തിലാണ് നമ്മുടെ നിയമ സംവിധാനമൊക്കെ തയ്യാറാക്കിയത്. പക്ഷേ പ്രായോഗികമായി പലപ്പോഴും വരുമ്പോൾ വലിയ മീനുകളൊക്കെ വല പൊട്ടിച്ച് പോവുകയും ചെറുമീനുകൾ കുടുങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ധനകാര്യ വകുപ്പിന്റെ അറിവില്ലായ്മയും അതേപോലെ തന്നെ കുറ്റകരമായ അനാസ്ഥയും ആദ്യം അതാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പാവപ്പെട്ട ആളുകളിൽ നിന്ന് എങ്ങനെയൊക്കെ പണം തിരിച്ചെടുക്കാം, എങ്ങനെയൊക്കെ അവരെ കൈയിട്ട് മാന്താം എന്ന് ചിന്തിക്കുന്ന ഒരു ധനകാര്യ വകുപ്പ്. കാരണം നമുക്കറിയാലോ എന്തെല്ലാം ടാക്സുകളാണ് കൂട്ടിയത്, ഏതെല്ലാം തരത്തില്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പോലും ഓട്ടോറിക്ഷ ഓടിക്കാൻ കഴിയാത്ത വിധം അവർ ടാക്സും അതിന് മേലെ ടാക്സും റോഡ് ടാക്സ് എന്ന് വേണ്ട ഒരു വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ ഒരാൾക്ക് അതിന് വേണ്ടി മെനക്കെടുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നേരത്തെ ഉണ്ടാകുന്നതിൽ 100 മടങ്ങ് കൂടുതൽ വർദ്ധിപ്പിക്കാനൊന്നും ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു ധനകാര്യ വകുപ്പ്. പാവപ്പെട്ട ആളുകളുടെ ക്ഷേമ പെൻഷൻ അത് അനധികൃതമായി കടന്നു പോകുന്നത് മനസ്സിലാക്കാൻ. ശ്രീ വർഗീസ് ആണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും വിളിക്കുന്നു. ശ്രീ വർഗീസ്, നല്ല വരുമാനമുള്ള സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് മാസം 1600 രൂപ കിട്ടുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരി അനധികൃതമായി ഓരോ വർഷവും മസ്റ്ററിങ്ങൊക്കെ നടത്തിയാണ്. ഏതെങ്കിലും ഒരിക്കൽ കടന്നുകൂടിയത് കൊണ്ട് അങ്ങനെ പിന്നീട് വാങ്ങിപ്പോകുന്നു എന്നൊന്നുമല്ല. ഓരോ വർഷവും മസ്റ്ററിങ്ങൊക്കെ നടത്തിയാണ് ഇവർ ഇത് സ്ഥിരമായി വാങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. എന്താണ് ഇവരെ ചെയ്യേണ്ടത്? ഹലോ സാറേ. പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ പറയുന്നത് കേൾക്കണം. പറഞ്ഞോളൂ സാർ. എന്റെ മകന് ഹലോ പറഞ്ഞോളൂ, താങ്കൾ ധൈര്യമായി പറഞ്ഞോളൂ. സാറേ, എന്റെ മകന് ആർമിയിലാണ് ജോലി. ഹലോ, താങ്കൾ ആ TV മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കും. സാറേ, എന്റെ മോന് ആർമിയിലെ ജോലി. താങ്കൾ TV മ്യൂട്ട് ചെയ്യൂ ആദ്യം. ആയിക്കോട്ടെ സാർ, ഓക്കെ. പിന്നെ ഞാന് പെൻഷന് വേണ്ടി എനിക്ക് 65 വയസ്സായി.
65 വയസ്സായി എനിക്ക്. പിന്നെ ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ബൈപ്പാസ് സർജറി ചെയ്തിട്ട്. താങ്കൾ വിഷയത്തിലേക്ക് വരൂ. ബൈപ്പാസ് സർജറി ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞാൻ 65 വയസ്സ് കഴിഞ്ഞ 61 വയസ്സായപ്പോ പെൻഷൻ എന്റെ നൂൽപ്പുഴ പഞ്ചായത്തിൽ കൊടുത്തു അപേക്ഷ. അപ്പൊ പറഞ്ഞു എന്റെ മോന് ജോലിയുണ്ട്. ശരി, ഓക്കെ. എന്തായാലും എനിക്ക് തോന്നുന്നു താങ്കൾ ഈ TV മ്യൂട്ട് ചെയ്യാത്തത് കാരണം താങ്കൾ സംസാരിക്കുന്നത് വീണ്ടും TV കേൾക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാണ്. അത് കേട്ടിട്ട് വീണ്ടും പറയാൻ നോക്കുമ്പോൾ സ്വാഭാവികമായും ഈ തടസ്സം ഉണ്ടാവും. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, വിക്രമനാണ് അടൂരിൽ നിന്നും. ശ്രീ വിക്രമൻ, താങ്കൾ എന്താണ് പറയാനുള്ളത് ഇത്തരം കൊള്ളക്കാരെ കുറിച്ച്? എനിക്ക് പറയാനുള്ളത്, ആദ്യം ഇങ്ങനെ ഈ അഴിമതി കാണിച്ചിട്ട് പാവപ്പെട്ടവന്റെ പിച്ചപാത്രത്തെ കൈയിട്ട് വാരിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ജോലി തിരിച്ചു വരണം. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ വില്ലേജ് ഓഫീസിൽ നമ്മളൊരു വരുമാനത്തിന് അപേക്ഷ കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന രേഖ അനുസരിച്ചാണ് അവര് പിന്നെ വരുമാനം തിട്ടപ്പെടുന്നത്. അതേസമയം വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വന്ന് അയൽവക്കാരോട് അന്വേഷിച്ചിട്ട് അവരുടെ സ്വത്ത് വിവരങ്ങളും അവർക്ക് ആർക്കെല്ലാം സർക്കാർ ജോലി ഉണ്ടെന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അതാണ് ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച, അതാത് വാർഡിലെ കൗൺസിലർക്കോ വാർഡ് മെമ്പർക്കോ കൃത്യമായിട്ട് അറിയാം. പിന്നെ അവരോട് അനുകൂലമായിട്ട് നിന്നുകൊണ്ടാണ് ഇവർക്ക് ഈ പെൻഷനൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് ഇനി ഈ വിഷയം വന്നുകൂടി ഓരോ പെൻഷനറേയും വീട്ടിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധിയും കൂടെ വന്ന് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇനി പെൻഷൻ കൊടുക്കാൻ അല്ല, ഇങ്ങനൊരു തടസ്സം ഉണ്ടായത് മറ്റുള്ളവരുടെ പെൻഷന്റെ വിഷയത്തിൽ അവരെ തടസ്സപ്പെടുന്നത് ശരിയല്ല. ചിലർ കാണിക്കുന്ന കള്ളങ്ങളുടെ പേരിൽ ഈ പണത്തിന് വേണ്ടി 1600 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അത് മാത്രം ആശ്രയമായ എത്രയോ ലക്ഷങ്ങൾ ഉണ്ട് കേരളത്തിൽ. അവരെയൊന്നും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പക്ഷേ കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുകയും വേണം. ശ്രീ കൃഷ്ണമൂർത്തിയാണ് അടൂരിൽ നിന്നും. ശ്രീ കൃഷ്ണമൂർത്തി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഞാൻ ഈ കഴിഞ്ഞ് തൊട്ട് മുമ്പ് സംസാരിച്ച ആളുടെ വർത്തമാനങ്ങൾ കേട്ടു. എനിക്ക് അതിനോടെല്ലാം 100% യോജിപ്പാണ്. ഈ ചെയ്യുന്ന പ്രവർത്തികൾ, ചെയ്ത പ്രവർത്തികൾ ചെയ്തവരെ തീർച്ചയായിട്ടും ശിക്ഷിക്കണം സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശക്തമായ ശിക്ഷ വേണം എന്നുള്ള നിലപാട് തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, കേരളത്തിൽ ഏകദേശം 1/2 കോടിയോളം പേർക്ക് ലഭിക്കുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ. 1600 രൂപയാണ്. 800 കോടി രൂപ വീതം ഓരോ മാസവും സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകിയാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയിലും ഇത് ചെലവഴിക്കേണ്ടി വരുന്നത്. ആ പണത്തിൽ നിന്നാണ് ചിലർ കൈയിട്ട് വരുന്നത്. സാർ, ഇവരാണോ സാർ ജനസേവകർ? ഇവർ സാധു ജനങ്ങളെ ഇങ്ങനെയാണോ സഹായിക്കേണ്ടത്? നാണമില്ലേ ഇവർക്ക്? സാർ, പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് 60 വയസ്സ് കഴിയണം. കൂടാതെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ആകരുത്. ഇവർക്ക് എവിടെ നിന്ന് ഈ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടി? എങ്ങനെ കിട്ടി? അപ്പോ ഈ പിച്ചക്കാരനെ പറയാൻ പറ്റുള്ളൂ സാർ. പാവങ്ങളുടെ ഇതിൽ കൈയിട്ട് വരുന്ന ഇവർ പിച്ചക്കാരനെ പറയാൻ പറ്റുള്ളൂ. ജനങ്ങളുടെ നികുതി പൈസയാണ് സാർ. എന്താ വെച്ചാൽ ഇവർ ശമ്പളം വാങ്ങുന്നതും ഈ പെൻഷൻ കൈയിട്ട് വരുന്നതും. വളരെ കഷ്ടം സാർ. നാണക്കേട്, കേരളത്തിൽ നാണക്കേട്. മറ്റുള്ള നല്ലവരായ സർക്കാർ ജീവനക്കാർക്ക് അതിലേറെ നാണക്കേടാക്കി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രഘുവാണ് തിരുമുല്ലാവാരത്ത് നിന്നും. ശ്രീ രഘു, കേരളത്തിലെ പണമുള്ളവരാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ ശേഷിയുള്ളവരാണ് ഈ സാധാരണക്കാർക്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ തുക, ആ തുകയിൽ കൈയിട്ട് വരുന്നത്. സാറിന്റെ അടുത്ത് ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. സാറ് മെസ്സേജും കൂടെ ഒന്ന് വായിക്കണം. സാറ് വായിക്കാറില്ല, അതൊന്ന്. മെസ്സേജ് വായിക്കാം. താങ്കൾ മെസ്സേജ് വായിച്ചിരുന്നോ? എപ്പോഴും മെസ്സേജ് അയക്കുന്നത് വായിക്കാത്തോണ്ടാണ് വിളിച്ചത്. അതായത് യഥാർത്ഥത്തിൽ നേരത്തെ 1-2 പ്രേക്ഷകർ പറഞ്ഞ് ഇവരെ വിളിക്കേണ്ട. ഇന്നലെ രഘുനന്ദനൻ തിരുമുല്ലാവാരത്തിന്റെ മെസ്സേജ് ഞാൻ വായിച്ചിരുന്നല്ലോ. ആണോ? ഇന്നലെ വായിച്ചിരുന്നു. ഇന്നലെ താങ്കൾ മുഴുവൻ കണ്ടില്ല, അതാ പ്രശ്നം. ഒരു മെസ്സേജ്, ഇന്നിപ്പോൾ അയച്ചിരിക്കുന്ന ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ കൂട്ടുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. രഘുനന്ദനൻ തിരുമുല്ലാവാരം. ഇന്നലെയും വായിച്ചിരുന്നു. ആണോ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഹലോ പറഞ്ഞോളൂ. അതായത് ഇതിനെ കൂട്ടുന്നവരെ വിളിക്കേണ്ട ഒരു ഭാഷ ഉണ്ട് എന്ന് 1-2 പ്രേക്ഷകർ പറഞ്ഞ്. തീർച്ചയായിട്ടും ആ ഭാഷ എന്താണെന്നും ആ വാക്ക് എന്താണെന്നും ഈ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇത് വാങ്ങി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം.
തീർച്ചയായിട്ടും അവർ കേൾക്കണം. അത് ഏത് ഭാഷയായിരുന്നു അത് അവർ രാത്രി ഉറങ്ങാൻ നേരത്തെങ്കിലും അത് മനസ്സിലാക്കണം. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. കൃത്യം ഓരോ പ്രദേശത്തിലുള്ള നല്ല മുട്ടൻ തെറികളാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിശബ്ദമായിരുന്നാലും ആളുകൾക്ക് മനസ്സിലായിക്കോളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഏതായാലും ഈ ഗവൺമെന്റ് ഇപ്പൊ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷിച്ചിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നത് 100% ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിലെന്തെങ്കിലും പോരായ്മയുണ്ട്, അതിലെന്തെങ്കിലും അവിഹിതമായിട്ടൊരു കൈകടത്തലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. അതിന് തക്കതായ കാരണമുണ്ട്. സമീപകാലത്ത് സർക്കാർ ജീവനക്കാർ കുറ്റം ചെയ്ത കേസുകളിൽ പണ്ടൊക്കെ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കാര്യം തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് കോടതിയിൽ അവർ കേസ് വാദിച്ച് നല്ല വക്കീലാണെങ്കിൽ തിരിച്ച് ഇറങ്ങുമ്പോൾ സസ്പെൻഷൻ പീരീഡിലെ ശമ്പളം കൂടെ വാങ്ങാവുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ട്. ഇപ്പോഴങ്ങനെ അല്ല. സർവീസിൽ നിന്ന് പിരിച്ചു വിടുന്നത് നമ്മുടെ സമീപകാലത്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശക്തമായ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് ഒരു പോലീസുകാരൻ തെരുവ് കച്ചവടത്തിനായി ഫുട്പാത്തിൽ വെച്ചിരുന്ന മാമ്പഴം മോഷ്ടിച്ച ചരിത്രം നമ്മൾ അറിഞ്ഞു. അത് ശക്തമായ നടപടിയെടുത്ത് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെ പല കേസുകൾ ക്രിമിനൽ കുറ്റങ്ങളിലടക്കം ഏർപ്പെട്ടവരെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് എരുമേലിയിൽ നിന്നും ശ്രീ ബഷീർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ബഷീർ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ ഏത് തരത്തിലാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത്? ഇവരെ കൽത്തുറുങ്കിലടക്കണം സാറേ, കൽത്തുറുങ്കിലടക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, ഈ വരുമാനം തീരെ ഇല്ലാത്തവരല്ല, വലിയ വരുമാനമുള്ള ആളുകളൊക്കെയാണ്. 1-2 കോടി രൂപ ചെലവഴിച്ച് സ്വന്തമായി വീടൊക്കെ നിർമ്മിച്ച് അതിലൊക്കെ കഴിയുന്ന ആളുകളാണ് ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് നൽകുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരുന്നത്. നമസ്കാരം. ഇതിപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കുറച്ചുപേരൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ് വിഷയം. പക്ഷെ എല്ലാവരും പറഞ്ഞു, ഞാനും കൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഈ 1500 പേര് മാത്രം വിചാരിച്ചാൽ ഇവർക്ക് ഈ പെൻഷൻ കിട്ടില്ല. കാരണം അതിൽ ശരിക്കും ഒത്താശ ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ സർക്കാർ സർവീസിൽ ഒരു NGO യൂണിയൻ എന്നൊരു സംഭവമുണ്ട്. കിരൺ അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിന് വേണ്ടപ്പെട്ട ആളുകളെ ഇപ്പൊ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പ്രോസിക്യൂഷൻ നടപടി അവരുടെ പേരുണ്ടാവുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് അവരുടെ പേര് വെളിപ്പെടുത്തിക്കൂടാ? എന്താ ജനങ്ങൾ അറിഞ്ഞോട്ടെ? ഈ ആളുകൾ ആരൊക്കെ ജനങ്ങൾ അറിയുന്നോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ശ്രീബാലൻ, എന്തൊക്കെയാലും ഇപ്പോൾ സർക്കാരൊന്നും ഇതൊരു പരിധിക്കപ്പുറം ഇപ്പോൾ അവർ മറ്റെന്തെങ്കിലും കാരണത്താൽ അന്വേഷണം നടക്കുന്ന ഘട്ടമായതുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി ഉറപ്പിക്കാനോ ഒക്കെ ചിലപ്പോൾ മറച്ചു വെക്കുന്നതാവും. പക്ഷെ എന്തായാലും അത് മറച്ചു വെക്കാനൊന്നും കഴിയില്ല. വരും ദിവസങ്ങളിൽ ആ പേരുകളൊക്കെ പുറത്തു വരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പൊ ഒരു 2-3 വർഷം മുന്നെയാണ് ഒരു തെക്കൻ ജില്ലകളിൽ ഒരു 3 കോടി ഉൾപ്പെടെ ട്രഷറിയിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് സംഭവം കഴിഞ്ഞിട്ട് ഒരു മാസോളം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അത് അക്കൗണ്ടിൽ നിന്നാണ് പൈസ കണക്ക് തെറ്റിയതാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ പൈസ ജനങ്ങളുടെ പൈസയാണ് പോയിരിക്കുന്നത്. കാരണം ഇപ്പത്തെ ഈ നേതാക്കന്മാര് അതൊരു വോട്ട് ബാങ്കാണ് NGO യൂണിയൻ എന്ന് പറഞ്ഞാലേ. അപ്പൊ അവരെന്നെ പലരും നമ്മൾ NGO യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഏകദേശം 4-5 ലക്ഷത്തിന് മേൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അതിനിടയിൽ 1456 പേർ കാണിച്ച ഒരു കള്ളത്തിന്റെ പേരിൽ ആ ഉദ്യോഗസ്ഥരാകെ 1% പോലും ഇല്ല, 0.1% പോലും ഇല്ല. അപ്പൊ അങ്ങനെ ആളുകൾ കാണിച്ചൊരു കള്ളത്തിന്റെ പേരിൽ അവരെ ആകെ അടച്ചാക്ഷേപിക്കരുത്. ചില ഉദ്യോഗസ്ഥർ കള്ളന്മാരുണ്ട്, ആ കള്ളന്മാർക്കെതിരെ നടപടി എടുക്കുക തന്നെ വേണം. പക്ഷെ അതിന്റെ പേരിൽ എല്ലാവരും ആക്ഷേപിക്കരുത്. അല്ല, ഞാൻ ആക്ഷേപിച്ചല്ലോ. ഈ 1500 പേര് പേര് പുറത്തോണ്ട് തന്നെ കുഴപ്പം. ശരി, പേര് പുറത്ത് വരേണ്ടത് തന്നെയാണ്. ഇവരുടെ പേര് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും എന്നതിൽ നമുക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. അത് ഇനി സർക്കാർ സംവിധാനത്തിലൂടെ പേര് പുറത്ത് വന്നില്ലെങ്കിൽ എന്തായാലും അത്തരം പേരുകളൊന്നും ഒരു ഘട്ടത്തിനപ്പുറം മറച്ചു വെക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിനും കഴിയത്തില്ല. എന്തായാലും ഒരു അന്വേഷണമൊക്കെ നടത്തുകയും പുറത്തുവിടുകയും ഒക്കെ ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായും പേര് വിവരങ്ങളും പുറത്തുവിടാൻ തന്നെയാണ് സാധ്യതയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീകുമാരൻ നായരാണ്. ശ്രീകുമാരൻ നായർ, താങ്കൾക്ക് എന്താണ് ഇത്തരം കള്ളന്മാരെ കുറിച്ച് അല്ലെങ്കിൽ കൊള്ളക്കാരെ കുറിച്ച് പറയാനുള്ളത്? സാർ, ഞാൻ ചോദിക്കുന്നത്, അതായത് സർക്കാർ ജീവനക്കാരൻ 1600 രൂപ എടുത്തു എന്ന് പറഞ്ഞത് പെൻഷന്റെ ആ തട്ടിപ്പല്ല. യഥാർത്ഥത്തില് അത് സർക്കാരിന്റെ പൈസ കൈയിട്ട് വാരുകയാണ് ചെയ്തത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മണി മിസ്ഓപ്പറേഷൻ ചെയ്യാൻ ആദ്യം ചെയ്യുന്നത് അയാളെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പേരൊക്കെ പിന്നെ പറയാം. അതിനു മുൻപായിട്ട് ഒരു സർക്കാർ ജീവനക്കാരൻ സർക്കാരിന്റെ പൈസ കൈയിട്ട് വാരിയാൽ അത് മോഷണമായിട്ട് പരിഗണിച്ച് അയാളെ ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടതാണ് ആവശ്യം. മറ്റൊന്നുള്ളത്, വേറൊന്ന് പറഞ്ഞു കേട്ടത്, മുതലും പലിശയും തിരിച്ചു പിടിക്കും. മുതലും പലിശയും തിരിച്ചു പിടിക്കാതെ മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുത്താൽ അയാൾ കള്ളനാകുന്നില്ല. ഇതാണോ നയം?
അങ്ങനെയല്ല പറഞ്ഞത്. തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ള അത്തരം അന്വേഷണങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അന്വേഷണം അതായത് നമ്മൾ തടവായിട്ട് ചെയ്യുന്നത് സസ്പെൻഷൻ അല്ലേ? പണം അപഹരിച്ചാൽ അത് പണാപഹരണമല്ലേ ഇത്? ഇത് പണാപഹരണം തന്നെയാണ്. മണി മിസ് ഓപ്പറേഷൻ തന്നെയാണ്. മണി മിസ് ഓപ്പറേഷൻ ചെയ്യുന്ന ആളിനെ പ്രഥമദൃഷ്ടിയാൽ സസ്പെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അത് മേലധികാരിക്കുണ്ട്. ആ മേലധികാരി അത് ചെയ്യണം. അന്വേഷണം പിന്നെ വരട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശക്തമായ നടപടികൾ ഉടൻ ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് 1.5 മാസമായിട്ട് രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് ഒരു ജനകീയ ചർച്ചയിലേക്ക് പൊതുവേദി തിരിച്ചു വന്നതിൽ അങ്ങേക്ക് എന്റെ വളരെ നല്ല ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇത്തരം ചർച്ചകളാണ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ശ്രീ ശിവജി ജനകീയ വിഷയങ്ങളെ കാണുന്നില്ലല്ലേ? തമാശ പറഞ്ഞു പോകുന്നേ, ക്ഷമിക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജനകീയമായി ഈ പെൻഷനുകൾ കൊടുക്കുന്നത് കുറച്ച് നാളായിട്ട് അവർ വീട്ടിൽ കൊണ്ടേ കൊടുക്കുകയാണെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ വീട്ടിൽ കൊണ്ടേ ഇത് കൊടുത്തപ്പോഴും നിങ്ങൾ ഈ പറയുന്ന BMW ഉള്ളവരും 2000 സ്ക്വയർ ഫീറ്റ് വീടുള്ളവനെ ഒന്നും ഈ കൊടുക്കുന്നവർക്ക് പോലും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ വീഴ്ചയല്ലേ? പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനെല്ലാം അർഹരാക്കി എടുക്കുന്നത് സത്യത്തിൽ ഉദ്യോഗസ്ഥരോട് ഈ രാഷ്ട്രീയക്കാര്, അതായത് കുഞ്ഞു നേതാക്കന്മാർ വലിയ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വാസ്തവത്തിൽ ഇവരെയൊക്കെ ഇതിനർഹരാക്കി മാറ്റുന്നെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ഇന്ന് പറഞ്ഞ ബാലഗോപാലൻ മന്ത്രി അടക്കം മുൻപ് പിന്നോട്ട് ചിന്തിച്ചാൽ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ പറയല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇവരൊക്കെ ഇതിന്റെ ഭാഗവാക്കാണ് ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരാൾക്ക് ഒരു ഉദ്യോഗസ്ഥനും അത്ര പെട്ടെന്നൊന്നും ഇതിന് അർഹനാക്കി എടുക്കാൻ പറ്റില്ല. അതിന്റെ പിന്നിൽ ഇവര് ഈ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ശ്രീ ശിവജി, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ചില ഉദ്യോഗസ്ഥരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സെറ്റപ്പാക്കട്ടോ, പേടിക്കട്ടോ. നിരന്തരം കണ്ടുകൊണ്ട് മനസ്സിലായല്ല, ചില ഉദ്യോഗസ്ഥരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് സർക്കാരിനെയും മറികടന്നൊക്കെ ഇത്തരം കള്ളങ്ങളൊക്കെ കാണിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന്റെ പകുതി ഉത്തരവാദി രാഷ്ട്രീയക്കാരും പിന്നെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥരും. ഈ അനർഹരായവരുടെ പേര് വെളിപ്പെടുത്തിയാലും ഇല്ലേലും ഇവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ശരി. മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ തീർച്ചയായും ഈ പൈസ കട്ടവന്മാർക്ക് ശരിയായ ഒരു ശിക്ഷ കൊടുക്കണം. അത് മാത്രമല്ല, അത്തരം നടപടികൾ അന്വേഷണത്തിലേക്ക് തന്നെയാണ് സർക്കാർ നീങ്ങുന്നതെന്നാണ് ഇന്നിപ്പോൾ ധനമന്ത്രി തന്നെ പറഞ്ഞത്. ശ്രീ ചാലപ്പുറത്ത് നിന്നും ശ്രീ ദയാധരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ദയാധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇതിന് തക്കതായ ശിക്ഷ വേണം. ശിക്ഷ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ശിക്ഷയായിരിക്കണം സർക്കാർ നടപ്പാക്കേണ്ടത്. കാരണം ഇത് രാഷ്ട്രീയമായ ഒരു ചരടുവലികളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്താതെ, കാരണം ഇതിൽ ഏത് ഉദ്യോഗസ്ഥൻ പിടിപെട്ട് കഴിഞ്ഞാലും ഒരു ചോട്ടാ നേതാവ് പോയിട്ട് അതിന്റെ തൊട്ടാളെ പോയി കണ്ട് അത് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം അങ്ങനെ പല കാര്യങ്ങളും നടന്നത് കൊണ്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്രയും ധൈര്യം. ഈ ധൈര്യം കക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടാതിരിക്കാനും അത് രക്ഷപ്പെടുത്താനുള്ള ചോട്ടാ നേതാക്കൾ ഉള്ളിടത്തോളം കാലം ഈ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നിയമം നടപ്പാക്കിയാലും അല്ലെങ്കിൽ എന്തായാലും അതേ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരം കള്ളങ്ങളെ പിടികൂടുകയും ചെയ്യുന്നത്. മറ്റേതും സമൂഹത്തിൽ അത്തരം കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ശ്രീ ബാബു ആണ് ഡൽഹിയിൽ നിന്നും. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന മനുഷ്യരിൽ വൻകിട ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വിലയുള്ള കാറുകളൊക്കെ സ്വന്തമായുള്ള ആളുകൾ, ലക്ഷങ്ങളുടെ വിലയുള്ള വീട് സ്വന്തമായുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഒരു ലേശം നാണമെങ്കിലും വേണ്ടേ ഈ പണം വാങ്ങുന്നതിൽ? ശ്രീ ശ്യാമളയാണ് പ്രതികരിക്കാനുള്ളത് നീലേശ്വരത്ത് നിന്നും. ശ്രീമതി ശ്യാമള, താങ്കൾക്ക് പറയാം. ശ്രീമതി ശ്യാമള, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? പറഞ്ഞോളൂ. പെൻഷൻ വാങ്ങുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ? അത് ഉദ്യോഗസ്ഥന്മാർ പൈസ വാങ്ങി. പറഞ്ഞോളൂ. വലിയ തെറ്റല്ലേ? ഉദ്യോഗസ്ഥന്മാർ പൈസ അങ്ങനെ വാങ്ങിക്കൂടല്ലോ. ഇത് ദയവ് ചെയ്ത് ശ്രീമതി ശ്യാമള അടക്കം മനസ്സിലാക്കുക. പൊതുവേദിയിൽ പ്രതികരിക്കുമ്പോൾ ദയവായി TV മ്യൂട്ട് ചെയ്ത ശേഷം ഫോണിലൂടെ വേണം സംസാരിക്കാൻ. അല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹൻകുമാർ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ നമുക്ക് നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു പോകുന്ന ഒരു വാർത്തയാണ്. അതിസമ്പന്നരൊക്കെ ഈ ചെറിയ പണം, സാധാരണക്കാരായ മനുഷ്യൻ ആശ്രയിക്കുന്ന ആ പണത്തിൽ കൈയിട്ട് വാരുക എന്ന് പറഞ്ഞാൽ. അതെ, എനിക്ക് പറയാനുള്ളതേ, പറഞ്ഞോളൂ.
എനിക്ക് പറയാനുള്ള ഇവരുടെ ഈ 1600 രൂപ പെൻഷൻ കൊടുത്ത് ഇവരെ മുഴുവൻ പിരിച്ചങ്ങ് വിടണം. അതും കൊടുക്കേണ്ട കാര്യമില്ല. അവര് തൃപ്തരാണെങ്കിൽ അതിനങ്ങ് വിട്ടേക്കാം, അവരെ സർവീസിനെ വിട്ടേക്കാം. ശരി, അപ്പോൾ 1600 രൂപയെങ്കിലും അവർക്ക് ഇട്ടിട്ടേ എത്തുള്ളല്ലേ? ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാമു ആണ്. ശ്രീ രാമു, താങ്കൾക്ക് എന്താണ് ഇത്തരക്കാരായ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയാനുള്ളത്? സാറേ നമസ്കാരം. അത് ഇങ്ങനെയുള്ളവര് ശരിക്കും പറഞ്ഞാൽ സർവീസിൽ ഉണ്ടാവാൻ പാടില്ല. ശരിക്കും തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതാണ്. സർക്കാരിന് ഈ സാധാരണ ഈ കൊടുക്കുന്ന ഈ പെൻഷൻ കൊടുക്കാൻ പോലും ഫണ്ട് കണ്ടെത്താൻ പറ്റാത്ത സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ധനകാര്യമന്ത്രിയുടെ പത്രപ്രതിനിധികളുടെ വിജയനാണ് അമ്പലപ്പുഴയിൽ നിന്നും, കുട്ടനാട് നിന്നാണ് താങ്കൾ വിളിച്ചെങ്കിൽ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് ശ്രീ വിജയന്റെ പ്രതികരണം. ശ്രീ വിജയൻ, എങ്ങനെയാണ് ഇത്തരക്കാരെ ഏറ്റവും ആളുകളൊക്കെ പറയുന്നത് പോലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ പണം ഇങ്ങനെ കൈയിട്ട് വരുമ്പോൾ ഒരു ചെറിയ നാണമെങ്കിലും തോന്നേണ്ടതാണ്? ഹലോ ഹലോ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഹലോ വിജയനാ, പറഞ്ഞോളൂ. അമ്പലപ്പുഴയിൽ നിന്ന്. ശരി, ഞാൻ ഇപ്പം പെൻഷൻ കൊടുത്തിട്ട് 2 വർഷമായി. ഞാൻ 62 വയസ്സായി. ഇത് പെയിന്റിംഗ് തൊഴിലാളിയാണ്. ശരി, താങ്കൾക്ക് ഇതുവരെ കിട്ടിയില്ലേ? ഇതുപോലെ പെൻഷൻ കിട്ടില്ല. ഞാൻ നവകേരളയിലൊക്കെ കൊടുത്ത് നവകേരള സദസ്സിലൊക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്ക്. എന്താണ് താങ്കൾ കിട്ടാതിരിക്കാൻ റീസൺ എന്താണ് പറയുന്നത്? റീസൺ എന്താണെന്ന് അറിയുന്നില്ല. അതിന് മറുപടി പോലും കിട്ടിയിട്ടില്ല. താങ്കൾ എന്തായാലും അതിന് വീണ്ടും പരാതിപ്പെട്ടാൽ കൃത്യമായി എന്തായാലും കേരളത്തിൽ 1/2 കോടിയോളം മനുഷ്യർ കിട്ടുന്ന മനുഷ്യരില്ല. അപ്പോൾ താങ്കൾ അർഹത ഉണ്ടെങ്കിൽ പൂർണ്ണമായും കിട്ടും. ആർക്കും കിട്ടിയവർക്ക് കിട്ടുന്ന പോലും ഇല്ല. പിന്നെ നമ്മള് പേരിലുള്ളവർക്ക് പോലും കിട്ടുക കണക്കിന്. അങ്ങനെയല്ല ശ്രീ വിജയൻ, നമുക്ക് കേരളത്തിൽ 1/2 കോടിയോളം പേർക്ക്, കൃത്യമായി പറഞ്ഞാൽ 47.97 ലക്ഷം പേർക്ക് കിട്ടുന്നുണ്ട് ക്ഷേമ പെൻഷൻ. അത്രയും പേരാണ് ക്ഷേമ പെൻഷനിലുള്ളത്. അതുകൊണ്ട് കിട്ടില്ല എന്ന് താങ്കൾ വിചാരിക്കേണ്ട. താങ്കൾക്ക് അർഹതയുണ്ടെങ്കിൽ, എനിക്കറിയില്ല താങ്കൾക്ക് അർഹത ഉണ്ടല്ലോ. അടച്ച പൈസ പോലും കിട്ടിയിട്ടില്ല. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയല്ല, കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുന്നുണ്ടെങ്കിലും അത് കൃത്യമായി നൽകുന്നുണ്ട്. അങ്ങനെ 1/2 കോടിയോളം മനുഷ്യർക്ക് മാസാമാസം അത് കിട്ടുന്നുണ്ട്. അതിൽ കുടിശ്ശികയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ അർഹരായ ആളുകളാണെങ്കിൽ അങ്ങനെയില്ല. ചിലർ അനർഹരൊക്കെ കടന്നുകൂടി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദേവനാണ് കണ്ണൂരിൽ നിന്നും. പ്രേമനാണ്. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ച്? എനിക്ക് തോന്നുന്നത് ഇവര് ഈ പെൻഷൻ മാത്രം മേടിക്കുക, എന്നിട്ട് സർവീസ് പെൻഷൻ മേടിക്കാണ്ടിരിക്കുക, ശമ്പളം മേടിക്കാണ്ടിരിക്കുക. അത് ഗവൺമെന്റ് അതിന്റെ ഒരു വകുപ്പാക്കി വെക്കുക. ഏറ്റവും നല്ല കാര്യം അതാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഈ പെൻഷൻ മേടിക്കല്. അവർക്ക് ഈ പെൻഷൻ കൊടുത്തവരെ വിടണം എന്ന്. അതെ, ഈ പെൻഷൻ കൊടുക്കുക, ബാക്കിയുള്ള പെൻഷനും ശമ്പളവും ഗവൺമെന്റ് പിടിച്ചെടുക്കുക. ശരി, ശ്രീ ചാക്കോ കൂടി ചേരുന്നുണ്ട്. ശ്രീ ചാക്കോ, താങ്കൾക്ക് എന്താണ് ഇത്തരം ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. 24 മണിക്കൂർ ന്യൂസ് കാണാതിരിക്കുന്ന ഒരാളാണ്. ശരി, വിളിക്കാറുണ്ട്, കിട്ടാറില്ല. ഇപ്പൊ സമയം കൂട്ടിയപ്പോ ഇനിയിപ്പോൾ സമയം കൂട്ടിയതുകൊണ്ട് താങ്കൾക്ക് കിട്ടും. താങ്കൾ ധൈര്യമായി ഇനി 4 മുതൽ 5 വരെ വിളിച്ചോളൂ. സന്തോഷമുണ്ട്. ഞാൻ ഈ ഓഡിറ്റ് കാർഡിന് ഗവൺമെന്റ് ആശുപത്രിയില് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞപ്പോ സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് കിട്ടുന്നു പറഞ്ഞപ്പോ ഇത്രയും ഞാൻ കരുതിയില്ല. കാരണം ഈ ഓടി കാണുന്ന ആൾക്കാരൊക്കെ റേഷൻ കടയിൽ ഫ്രീ അരി മേടിക്കാനും അതുമാതിരി ഫ്രീ ആയിട്ട് എവിടേക്ക് എന്തൊക്കെ കിട്ടണമെന്ന് അതൊക്കെ നോക്കി ഓടി കാര്യം വരുന്ന ആൾക്കാര് അവരിഞ്ഞ് വരുന്നുള്ളത് അതിനൊരു വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ പൂരം കഴിക്കിയ ആളെ തന്നെ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചതുപോലെ ഇപ്പൊ ഈ പെൻഷൻ ഈ പരിപാടി അന്വേഷിക്കാനും ഏൽപ്പിക്കുക 4 പെൻഷനെങ്കിലും മേടിക്കുന്ന ഉദ്യോഗസ്ഥന്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, കണ്ണൂരിൽ നിന്നും ശ്രീ ജെയ്സൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജെയ്സൺ, കേട്ടാൽ തന്നെ നാണക്കേട് തോന്നുന്ന അഴിമതിയാണിത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നാണക്കേടല്ല തോന്നുന്നത്, നമുക്ക് അഭിമാനിക്കുക വേണ്ടത്. അതിന്റെ കാര്യം കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നത്, ധൈര്യമായി പറഞ്ഞോളൂ. ഓക്കെ, അത് ശരിക്കും നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇതുവരെയുള്ള അവർ ഫസ്റ്റ് ഇലക്ഷനിൽ കൊടുത്തിരിക്കുന്ന അവരുടെ ആസ്തി വിവരവും ഒരു 10-20 വർഷത്തിന് ശേഷം അവർ കൊടുത്തിരിക്കുന്ന ആസ്തി വിവരം ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർ ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അവരെടുത്തത് ഞാൻ ന്യായീകരിക്കല്ലോ, ഞാൻ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതൊക്കെ ഇവരെല്ലാം കൂടെ കൂടി ചേർന്നുള്ള ഒരു നാടകം. പാവപ്പെട്ട ജനങ്ങൾ
അവരെല്ലാ കാലത്തും ഇവിടെ നാടകം കളിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് നല്ല സർക്കാർ, അതൊക്കെ ഇപ്പൊ തിരിച്ചു പിടിക്കും അതേ മിതിയെ എന്നൊക്കെ പറച്ചിലല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. ശ്രീ സെബാസ്റ്റ്യൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തെ കുറിച്ച്? എനിക്ക് ഈ വിഷയത്തെ തോന്നുന്നു നട്ടലില്ലാത്ത ഒരു ഭരണകൂടവും അവർക്ക് ഒത്താശ ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥരും ഉണ്ട്. അവർക്ക് ഉദ്യോഗസ്ഥരെ ഓശാന പാടിക്കൊണ്ട് കുറെ രാഷ്ട്രീയക്കാരും, അത് വലതുപക്ഷവും പ്രതിപക്ഷവും BJP എല്ലാം ശരിയാവും. നട്ടലുള്ള ഭരണപക്ഷമാണ് ഇവന്മാരെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു അഴിമതി കണ്ടെത്തിയത്, തുടർ നടപടി സ്വീകരിക്കുന്നു. സർക്കാർ നടപടി എടുക്കാൻ അതിന്റേതായ ചില വഴികളില്ലേ? പൊതുജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഇവന്മാർ കാണിക്കും. അല്ല, അവർ തന്നെയാണ് ഇങ്ങനെ ഒരു അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ നാട്ടുകാർ എന്തെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാർ കണ്ടെത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തിലും ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ എന്ന് കരുതി എല്ലാ കാര്യത്തിലും നല്ല കാര്യം ചെയ്താലും നമ്മൾ വിമർശിക്കരുതല്ലോ. സർക്കാർ ധനവകുപ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു അഴിമതി ഉണ്ടെന്ന് പുറത്തുവിട്ടതും അങ്ങനെ ഒരു കാര്യത്തിൽ അവർ നടപടികളിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന അവർ തന്നെയാണ്. അഴിമതി നടക്കുമ്പോൾ ഏതെങ്കിലും ഓർമ്മ അവരൊന്ന് പൊടിയും തട്ടിയെടുത്ത് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പരിപാടി തീരും. ഉദ്യോഗസ്ഥരെ എല്ലാവരും ഭംഗിയായിട്ട് ജോലിയിൽ പ്രവേശിക്കും. അവർക്ക് 5 പൈസ നഷ്ടപ്പെടുകയില്ല. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. താങ്കളുടെ ഒരു വികാരം കൂടി മാനിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നാസറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ നാസർ, താങ്കൾക്ക് എന്താണ് ഇങ്ങനെ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ തുച്ഛമായ പൈസയിൽ നിന്നൊക്കെ പണം കൈയിട്ട് വാരുന്ന സമ്പന്നരെ കുറിച്ച് പറയാനുള്ളത്? ഇത് പ്രതിഷേധാർഹമാണ് മറന്നാതെ. എന്റെ സ്വന്തം അനുഭവം, എനിക്കിപ്പോ 71 വയസ്സായി. ഞാൻ 70 വയസ്സായി. എനിക്ക് വയസ്സിനും കൂടി പഞ്ചായത്തിലെ പെൻഷൻ അപ്ലൈ ചെയ്തു. ഇവിടുന്ന് ഉദ്യോഗസ്ഥർ വന്ന് വീട്ടിൽ ഞങ്ങളൊരു ടെറസ് ബിൽഡിംഗ് കിടക്കുന്നു, നടുവിൽ കാറിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്റെ മോന്റേതാണ്, ഞങ്ങൾ പരിശോധിച്ച വസ്തുവില്ല, എന്റെ പേരിൽ ഇവിടെ പഞ്ചായത്തിൽ നോക്കിയാൽ തന്നെ അറിയാം എന്റെ പേരിൽ വീടില്ല. ഇതൊന്നും കേൾക്കാതെ പോലീസ് എന്നാണ് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഞാൻ കിട്ടിയില്ല, 2 കൊല്ലമായി. എന്റെ ഇവിടെ എനിക്കറിയാവുന്ന പലരും ഉണ്ട്. 2 കൊല്ലം കെട്ടവും 3-4 വാഹനമായിട്ട് നടക്കുന്ന പലർക്കും അവർക്ക് രാഷ്ട്രീയമായിട്ട് ചില ചായ്വുകളുണ്ട്, അവർക്കൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഈ 71ാമത്തെ വയസ്സിൽ കയറി ഇറങ്ങിയിട്ട് തന്നില്ല, ഇതുവരെ തന്നിട്ടില്ല. അവർ റീസൺ പറയുന്നത് എനിക്ക് വണ്ടി ഉണ്ടെന്നാണ്. ബൈ ഗോഡ്, എനിക്ക് വണ്ടിയില്ല. ഞാൻ എന്റെ മോന്റെ വീട്ടില് കെയർടേക്കറുള്ള കിടക്കുകയാണ് മോന്റെ വീട്. ശരി, താങ്കൾക്ക് നിയമപരമായിട്ട് അതിന് അവകാശമുണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായും അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ അടുത്ത പരാതി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുക തന്നെ വേണം, അത് വാങ്ങിയെടുക്കുക തന്നെ വേണം. എന്തായാലും ഇത്രയും പേർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അർഹതയുണ്ടെങ്കിൽ, എനിക്ക് അതിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് താങ്കൾക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. അർഹതയുള്ളതാണ് എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ തന്നെ താങ്കൾ സ്വീകരിക്കണം. അത് അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ മറ്റു മാധ്യമങ്ങൾക്കടക്കം അത്തരം വിഷയത്തിൽ ഇടപെടാൻ കഴിയും. അത് എന്താണ് താങ്കളുടെ വിഷയത്തിലെ മെറിറ്റ് എന്താണ് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. താങ്കൾ പറഞ്ഞു 47 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കണേന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 60 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കണമെന്ന്. അപ്പൊ ഇതിലേതാ ശരി? ഞാൻ ഇന്നൊരിപ്പോൾ CNDG കണക്ക് വെച്ചിട്ടാണ് 47.97 എന്ന് പറഞ്ഞത്. അതിന്റെ കണക്കിന് മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതൊന്നുകൂടെ പരിശോധിക്കാം. താങ്കൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 43.2% ആൾക്കാർക്കാണ് കിട്ടേണ്ടത്. കാരണം ബാക്കിയുള്ളവർ ഉദ്യോഗസ്ഥരും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരുമാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ 60 ലക്ഷം പേരിൽ ഈ പറയുന്ന ആൾക്കാരുണ്ടാവൂലേ, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്? ഇവരാൽ ഞാൻ പറഞ്ഞ അത്ര സാങ്കേതിക കണക്കുകളിലേക്ക് പോയാൽ എന്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായി എത്രയാണ് സർക്കാർ കൊടുക്കുന്നത് CNDG റിപ്പോർട്ടിലുള്ള കണക്ക് വെച്ചിട്ട് ഞാൻ കണക്കില്ലാതെ ഞാൻ എങ്ങനെ അതിൽ അഭിപ്രായം പറയുന്നത്? ഞാൻ ഇത് നോക്കിയിട്ടാണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇപ്പോ താങ്കളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം താങ്കളുടെ നല്ല പൊതുവെ ഇതില് ഭാഗവത്തായിട്ടുള്ള ആൾക്കാരെ അഴിമതി കാണിച്ചിട്ടുള്ള ഒരാളിന്റെ പേര് പോലും നിങ്ങൾ കാണിക്കുന്നില്ലല്ലേ? ഞങ്ങളുടെ കയ്യിൽ പേര് കിട്ടാതെ ഞങ്ങൾ കാണിക്കാൻ കഴിയുമോ? പേര് കിട്ടിയാൽ ഉറപ്പായും കാണിക്കും. എല്ലാ പേരുകളും അപ്പോൾ തന്നെ കിട്ടണമെന്ന് കരുതിയാൽ കരുതും. ഒരു 2 പേരുടെ പേര് ഞാൻ താങ്കൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ താങ്കൾ അത് തെളിവുണ്ടെങ്കിൽ ഉറപ്പായും പബ്ലിഷ് ചെയ്യാം. ധൈര്യമായി അയച്ചോളൂ. തെളിവ് വേണം. ഇവർ തന്നെയാണ് ഇവർക്കെതിരെ കേസ് ഇവർക്കെതിരെ വന്നതിന്റെ തെളിവുണ്ടെങ്കിൽ ഉറപ്പായും പബ്ലിഷ് ചെയ്യാം. അങ്ങനെ പറയല്ലേ കിരൺ, നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഉറപ്പ് പറഞ്ഞല്ലോ. ചാനലിൽ കൂടെ ഇത്രയും പരസ്യമായി പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ പറയുന്നത് താങ്കൾ തരുന്ന പേരുകളിൽ തെളിവുള്ളതാണെങ്കിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്ന്. ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? കിരൺ, ഇതിപ്പോ പൊതുവെ ഞാൻ അയച്ചുതരാം. എന്തായാലും ഇതിന്റെ പറഞ്ഞിട്ട് പോരാ അയക്കാതെ. ഇല്ല ഞാനിപ്പോ കട്ട് ചെയ്ത് ഞാൻ വിളിക്കും. അപ്പോഴെനിക്ക് എന്റെ വാട്സാപ്പിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ.
ഓക്കെ, എന്തായാലും ശരി. നമുക്ക് ഏത് വാർത്തയുടെ വിഷയത്തിലായാലും വാർത്തയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ സംരക്ഷിക്കേണ്ടതോ ആയ ബാധ്യത എന്തായാലും ന്യൂസ് 18-നില്ല. അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ലാതെ ആരെങ്കിലും പറയുന്ന പേരുകൾ കേട്ട് ആ പേര് അയാൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വാർത്ത നൽകാൻ കഴിയില്ല. വാർത്ത നൽകാൻ കഴിയണമെങ്കിൽ നമുക്ക് കൂടി ബോധ്യം വേണം, നമുക്ക് വാർത്ത നൽകാൻ കഴിയുന്ന തെളിവുകൾ കൂടി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തരം അഴിമതി കേസുകളൊന്നും മറച്ചു വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെ മറച്ചു വെക്കേണ്ട ഏതെങ്കിലും ഒരു താല്പര്യമോ ഞങ്ങളുടെ ചാനലിന് എന്തായാലും ഇല്ല. കേരളത്തിലെ ഭൂരിപക്ഷം ചാനലുകൾക്കും അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ അങ്ങനെ പുറത്തു വരുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം അഴിമതികളൊക്കെ പുറത്ത് പ്രധാനമായും അറിയുന്നതും. മഹാഭൂരിപക്ഷം അഴിമതികളും മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തു കൊണ്ടുവരുന്നതും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സെയ്ദാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ സെയ്ദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഗവൺമെന്റ് ജോലിക്കാര് ഈ പെൻഷൻ തട്ടിയെടുക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും കർശനമായിട്ട് നടപടി എടുക്കേണ്ടതാണ്. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. കൂടാതെ ഞങ്ങളുടെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ആളാണ്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് അനർഹരായിട്ടുള്ള അനവധി പേരുണ്ട്. അനവധി പേര് നല്ല എസിയും കാറും ഒക്കെ ഉള്ളവര് ഈ 1600 പെൻഷൻ തട്ടിയെടുക്കുന്നവരാണ്. പക്ഷെ എന്താ സംഭവിച്ചാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് ഇതിൽ. അത് LDFും UDFന്റെയും വോട്ട് ബാങ്ക്, പഞ്ചായത്ത് ഇലക്ഷനും മറ്റൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയിട്ട് ഇവരെല്ലാവരെയും ഈ പെൻഷനെ അർഹരാക്കി മാറ്റിയിരിക്കുകയാണ്. ശരി, കേൾക്കാം. ഇനിയും പറയാനുണ്ട്. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ അത് കാരണം ഇവര് പക്ഷെ ഇപ്പൊ ഞാനും ഇവിടെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറാണ് ഒരു ബാങ്കിന്റെ. പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എത്രയോ പേര് കൂടി ഉണ്ടെന്ന് അറിയാം അനർഹരായിട്ട്. താങ്കൾ തീർച്ചയായും അവരുടെ പേരുകൾ വെച്ച് പരാതി കൊടുക്കുക തന്നെ വേണം. നമ്മളൊരു സാമൂഹ്യ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അതെ, ശരിക്കും പരാതി ഇതുവരെയുള്ള ആളുകളൊക്കെ ചോദിച്ചത് ഈ ബാങ്കുകാരിലെ കൊണ്ട് കൊടുക്കുന്നത്, അപ്പോൾ അവരെ കാണുന്നില്ല, എന്നിട്ട് അവർ പോലും പരാതി പറയുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ കൂടി ആ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അഴിമതി കണ്ടാൽ അഴിമതി റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനത് പരസ്യമായിട്ടോട് പറയുന്ന ആളുമാണ്. കാരണം നമ്മൾ ഇത് ശരിയല്ലാത്ത കേസ്, അനർഹര് മേടിക്കാനേ പാടില്ലല്ലോ. അത് അങ്ങനെയുള്ള നമുക്ക് ഉത്തമ ബോധ്യമുള്ളതുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും പരാതി നൽകണം. അല്ല, നമ്മളെ അഴിമതി കണ്ടിട്ട് ഇത് അഴിമതി ആരും തടയുന്നില്ലല്ലോ എന്ന് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരും അഴിമതി തടയാൻ കഴിയില്ല. ഇല്ല സാർ, ഇതിൽ വോട്ട് ബാങ്കിന്റെ ഏത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഒരാൾക്ക് അനർഹമായി പെൻഷൻ വാങ്ങുന്നുവെന്ന് താങ്കൾക്ക് പരാതി നൽകാൻ ഈ നാട്ടിൽ സംവിധാനമുണ്ട്. അത് നൽകണം. അല്ലാതെ അത് നൽകാതിരുന്നിട്ട് നമ്മളിങ്ങനെ പരാതി അവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആരെങ്കിലുമൊക്കെ കുറച്ച് പേരെങ്കിലും ധൈര്യസമേതം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നടപടിയെടുക്കാനും ഒക്കെ തയ്യാറാവുമ്പോഴാണ് ഇത്തരം തിരുത്തലുകൾ ഉണ്ടാവുന്നത്. അതിന് ശ്രീ സെയ്ദിനെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ഹംസയാണ് എറണാകുളത്തു നിന്നും. ക്ഷമിക്കണം, ശ്രീ ഹംസ അല്ലേ? ശരി, ശ്രീ ഹംസ പറയാം. തൃക്കാക്കര, ഓക്കെ, ശരി, തൃക്കാക്കര. സാറേ, ഈ കാര്യത്തില് മുഖ്യമന്ത്രി കർശനമായ നടപടിയെടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഇവരോട് മാത്രമല്ല, ഇവർക്ക് ഈ പെൻഷൻ കിട്ടാൻ വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തവരുണ്ട്. ഇതെല്ലാം അവർക്ക് അതിനുള്ള രേഖ പ്രൂഫ് കൊടുത്തവരുടെ പേരിലും കർശനമായ നടപടി എടുക്കണം. പാവപ്പെട്ടവരുടെ ഇതിൽ കൈയിടുന്നത് തീർച്ചയായിട്ടും വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് സാർ. വളരെയധികം വേദനയോടുകൂടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഒരിക്കൽ കൂടി ഇതിന് കർശന നടപടിയെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രഭാകരനാണ്, ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രഭാകരൻ, താങ്കൾക്കൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ അല്ലെങ്കിൽ താങ്കൾ വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും അത്തരം ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പെൻഷനിലാണ് ഒരു വിഭാഗം സമ്പന്നരായ ആളുകൾ, അത് ചെറു ന്യൂനപക്ഷമായിക്കോട്ടെ, അവർ കൈയിട്ട് വരുന്നത്. 1600 രൂപ ഈ പാവങ്ങളുടെ പൈസ ഇങ്ങനെ പറ്റിച്ചവർ അവരെ എത്രയും പെട്ടെന്ന് ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അവരെ ഈ പേഷ്യന്റ് പട്ടികയിൽ ചേർക്കണം. ഇവർക്ക് കിട്ടേണ്ട പെൻഷനും ശമ്പളവും ഒക്കെ ഈ ഫണ്ടിലേക്ക് അയക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവരെ ഒരു കാരണവശാലും ഇവരെ സംരക്ഷിക്കുകയോ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊടുക്കാനോ പാടില്ല. അത് പൊതുജനത്തിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, കൊല്ലത്തുനിന്നും ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ കൊള്ളക്കാരെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ന്യൂസ് 18 വക്കീലൊക്കെ കാണുമായിരിക്കും നിയമമായിട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്നെ പോലുള്ള ഒരു കക്ഷി വരും. ഇനി രണ്ട്, എന്തായാലും ഉദ്യോഗസ്ഥരെ ഇപ്പൊ കണ്ടുപിടിച്ച് ഇത്ര സംഖ്യ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ചിലർന്നാണ് സാറിനും ചിലരെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എനിക്ക് പേരറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ചിലരെന്ന് പറയുന്നത്. അല്ല, പേരും ഫോട്ടോയും നമുക്കറിയില്ല. നമുക്ക് പേരും ഫോട്ടോയും ഗവൺമെന്റ് സാറല്ല, ഗവൺമെന്റ് ബാലഗോപാൽ പറയുന്നത്
ആ കർശന നടപടി ഉണ്ടാവും. പലിശ സഹിതം ഈടാക്കും. അത് ചിലപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളാണ് എന്നത് ഐഡന്റിഫൈ അറിയാനാ. നമ്മളെ വീട്ടെടുത്ത് ഇവന്മാരുണ്ടോന്ന് അറിയാനാ. ഈ സർക്കാർ ഈ 1.25 ലക്ഷം രൂപ അല്ലെങ്കിൽ 40,000 രൂപ വാങ്ങിക്കുന്നവര്, ഈ 1,600 വാങ്ങിക്കുന്നവർ നമ്മളെ വീട്ടിലെടുത്ത് ഉണ്ടോന്ന് അന്ന് അറിഞ്ഞാൽ മതി. കാര്യം ഇവനെയൊക്കെ നമ്മൾ കൈ കൂപ്പി തൊഴുന്നുണ്ട്. കാര്യം സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ബഹുമാനത്തോടെ. എനിക്ക് സംശയമുണ്ട് നമ്മളെ വീട്ടെടുത്ത് 1-2 ഉണ്ടോന്നൊരു സംശയം. അതിന് ഫോട്ടോ പുറത്തിറക്കുക. എന്തായാലും ശരി, അങ്ങനെ അവരുടെ പേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും നടക്കത്തില്ല, മറച്ചു വെക്കില്ല. സാറേ ഇതൊക്കെ എൻജിഒ യൂണിയൻ, എൻജിഒ അസോസിയേഷൻ. ശരി, നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. വയനാട് നിന്ന് ശ്രീ യതീന്ദ്രനാണ്. ശ്രീ യതീന്ദ്രൻ, ഏതു മനുഷ്യർക്കും സാധാരണഗതിയിൽ കേട്ടാൽ ധാർമ്മിക രോഷം ഉണ്ടാകുന്ന ഒരു വിഷയം കൂടിയാണിത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല സാർ, ഇത് പാസ്സാക്കി കൊടുത്തവർക്കല്ലേ ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം? അതെ, അവർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങിയവരും 2 കുറ്റക്കാരല്ലേ? കള്ളം ചെയ്തവരും കള്ളത്തിന് കൂട്ടുന്നവരും ഒരുപോലെ തന്നെ ഇതിന് ഉത്തരവാദികളാണ്. അതെ, അത് എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നുന്നത് പാസ്സാക്കിയവരാ. രണ്ടുപേരും ഉത്തരവാദികൾ തന്നെയാണ്. പാസ്സാക്കിയവർ എന്തായാലും ഈ 1,600 രൂപ കിട്ടുന്നതിന് വേണ്ടി എന്തായാലും വലിയ ലക്ഷങ്ങളൊന്നും കോഴ മേടിച്ചിട്ട് ഇത് പാസ്സാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിനാനുപാതികമായ ഒരു കോഴയൊക്കെ ആയിരിക്കുമല്ലോ മേടിച്ചത് തന്നെ മേടിച്ചത്. അതുകൊണ്ട് രണ്ടുപേരും ഉത്തരവാദികൾ തന്നെയാണ്. അവർ ഉദ്യോഗസ്ഥരിൽ അവർ വീഴ്ച വരുത്തി എന്നുള്ളത് അവരുടെ ഭാഗത്ത് വീഴ്ച, കള്ളം കാണിച്ചത് മേടിച്ചു എന്നുള്ളത് ആ മേടിച്ചവരുടെ വീഴ്ച. രണ്ടുപേരും വീഴ്ച. അല്ലാതെ ഒരാൾ മറ്റേയാളേക്കാൾ മേടിച്ച ആളേക്കാൾ മറ്റേയാൾക്ക് കൂടുതൽ ഉണ്ട് എന്നൊക്കെ നിയമപരമായിട്ട് പറയുമ്പോഴും അത് രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ്. ആയിക്കോട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ പറ്റിച്ചുമൊക്കെ ആളുകൾ ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. വിദഗ്ധരായ കള്ളന്മാർ. അതുകൊണ്ട് കള്ളന്മാരെ രക്ഷിക്കുന്ന മറ്റവർക്ക് മാത്രം ശിക്ഷ എന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാടല്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. KB നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ KB നായർ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഞാൻ ഇത്ര നേരം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അഥവാ ഈ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുമെന്ന്? ഇവർ ഏതെങ്കിലും യൂണിയനിൽപ്പെട്ട ആൾക്കാരായില്ലേ? ഏതെങ്കിലും ഒരു ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം യൂണിയനിൽപ്പെട്ട ആൾക്കാരല്ലേ? ഇവരാരെങ്കിലും ശിക്ഷിക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് പേർക്കൊക്കെ ശിക്ഷ കിട്ടുകയും ഇല്ല, നമ്മുടെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അന്ന് ട്രഷറിയിൽ നിന്ന് മോഷ്ടിച്ച ആളിന് ഇപ്പോഴും സർവീസിലില്ലേ? ഉണ്ടോ? എത്രമാത്രം കേസസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? 1, 2, 3 മാസം മാക്സിമം പുറത്ത് നിർത്തും, വീണ്ടും അവർ സർവീസിൽ കയറുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ മാതൃകാപരമായിട്ട് എന്റെ ഒരു ആഗ്രഹം പറയണം, മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ എന്ന് മുതൽ ഈ 2ാമത്തെ പെൻഷൻ വാങ്ങി തുടങ്ങിയോ അന്ന് മുതലുള്ള പെൻഷൻ മാത്രം എടുത്തിട്ട് അവരുടെ ശമ്പളം അത്രയും കട്ട് ചെയ്യണം. എന്ന് മുതൽ തുടങ്ങിയോ അന്ന് മുതലുള്ള ശമ്പളം കട്ട് ചെയ്ത് മാറ്റി നിർത്തി ഇവരുടെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള ചങ്കുറപ്പുണ്ടോ ഇവിടെ ആരെങ്കിലും? അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്ക് തന്നെ ഉണ്ടാവട്ടെ. അതിന്റെ നിയമപരമായ വശമനുസരിച്ച് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടികളും ഉണ്ടാവണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടതും. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അബ്ദുറഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. സംസാരിക്കാൻ സമയം തരണം. കാരണം സാറും ഇതിനുള്ള കുറെ മറുപടി സാറും കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഒരു സുഹൃത്ത് ചാവക്കാട് നാട്ടം വിളിച്ചിട്ട് പറഞ്ഞ മാതിരി ആദ്യം ഈ ഗവൺമെന്റിന്റെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പിറകെ തന്നെ നമ്മുടെ ഈ പെൻഷൻ പറ്റുന്ന ഈ 60 ലക്ഷം 40 ലക്ഷം എന്ന് പറയുന്നതിലേക്ക് നീങ്ങണം. കാരണം ഈ റേഷൻ കാർഡ് ചുവപ്പ് മഞ്ഞ പച്ച എന്നെല്ലാം പറഞ്ഞ ഒരു ഏറ്റവും താഴ്ന്നയിലുള്ള പാവപ്പെട്ടവർക്ക് മാത്രം ഈ പെൻഷനാക്കി മാറ്റണം. കാരണം AC-യും കാറും അതുപോലെ വീടും ബോംബെയിലെ ബിസിനസ് ദുബായിലെ ബിസിനസ് ഇങ്ങനെയുള്ളവരൊക്കെ ഈ പെൻഷൻ മേടിക്കുന്നുണ്ട്. കാറുള്ളവർക്കൊന്നും ഇല്ല എന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷെ അറിയാവുന്നത് എത്രയുണ്ട്? എനിക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിൽ തന്നെ മേടിക്കുന്നവരുണ്ട്. കാരണം പക്ഷെ എന്റെ ഉമ്മക്ക് 85 വയസ്സുണ്ട്, ഇന്ന് വരെ ഞാൻ മേടിക്കാൻ വിട്ടിട്ടില്ല. ഹലോ, ശരി, പറഞ്ഞോളൂ. പാപ്പിനിശ്ശേരി പഞ്ചായത്താണ്. എന്റെ ഉമ്മയുടെ പേര് KK ആയിഷയാണ്. ഞാൻ പേര് വരെ ഞാൻ പറയുന്നു. 85 വയസ്സായി, ഇന്ന് വരെ ആ പെൻഷൻ. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഒരു ഹാർട്ടിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കാരുണ്യ പദ്ധതിയിലേക്ക് പോകാൻ എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അനുജനും ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരെ എന്റെ ഉമ്മാക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്, അപ്പൊ നിനക്കെന്താണ്? ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഇത് പാവപ്പെട്ടവർക്കുള്ളതാണ്, അപ്പൊ അവർക്ക് മാത്രമേ ഇതിന് അവകാശമുള്ളൂ. അപ്പോഴാ പറഞ്ഞു ഇതിലും വലിയ. അതുപോലെ തന്നെ സാറേ, എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള വീട്ടിലായിരിക്കും ഈ 10,000 20,000 ഒരു ധനസഹായം കൊടുക്കുന്നുണ്ട്. ആ സഹായം എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരൻ മേടിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ
അവന്റെ പേരിൽ വഴക്ക് പറഞ്ഞപ്പോൾ വേറെ ആൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയാം, അവൻ ആ പൈസ മേടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്തത്. കാരണം അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അത് അടിച്ചു മാറ്റും, അതിനുള്ള അവസരമാണ് കൊടുക്കുക എന്നതുപോലെ ഇത് ഈ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ നല്ല കഴിവുള്ളത് ജീവിക്കാൻ മാർഗമുള്ളവർക്ക് സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർക്ക് വേണ്ടി നൽകുന്ന ആനുകൂല്യങ്ങൾ നമുക്കതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ തന്നെ സർക്കാർ നേരത്തെ അതിന് അവസരം നൽകിയിരുന്നു. വേണ്ട എന്നുള്ളവർക്ക് എഴുതി നൽകാമെന്ന്. ഏറ്റവും സാധാരണക്കാരായ ദരിദ്രരായ മനുഷ്യർക്ക് നൽകുന്ന സേവനങ്ങൾ നമുക്ക് കൂടി എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് കരുതി അത് വാങ്ങിയെടുക്കുന്നതിനേക്കാൾ നല്ലത് അത് മറ്റു അർഹരായ ആളുകൾക്ക് തന്നെ വാങ്ങട്ടെ എന്നുള്ള തീരുമാനം തന്നെയാണ്. കിഷോറാണ് മുളന്തുരുത്തിയിൽ നിന്ന്. ശ്രീ കിഷോർ, ഇത്തരം ഉദ്യോഗസ്ഥരെ ഏത് തരത്തിലാണ് സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത്? കിഷോറിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി എടുക്കുന്ന വിഷയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ച മുഴുവൻ പ്രേക്ഷകരും ഒറ്റ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ, ഇത്തരം കള്ളങ്ങൾ കാണിക്കുന്നവർക്കെതിരെ, അതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞവരും ഇവരെയൊക്കെ ഇവർക്ക് വേണ്ടത് ക്ഷേമ പെൻഷനാണെങ്കിൽ ആ പെൻഷൻ മാത്രം കൊടുത്ത് ഇവർക്ക് ഇത്രകാലം കൊടുത്ത ശമ്പളമടക്കം തിരിച്ചു പിടിക്കണം എന്നാവശ്യപ്പെട്ടവരും ഇവരെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യപ്പെട്ടവരും അടക്കം എന്തായാലും എല്ലാവരും ഒരേ വികാരം തന്നെ പലതരത്തിൽ പ്രകടിപ്പിക്കുകയായിരുന്നു. ആർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായില്ല എന്നത് സമൂഹം ഇപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും എന്നുള്ള ഒരു തെളിവ് കൂടിയാണ്. പ്രത്യേകിച്ച് പൊതുവേദിയിൽ പ്രതികരിക്കുന്നവരെല്ലാം തന്നെ ഇത്തരം ധാർമ്മിക വിഷയത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നു എന്നതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.